പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 കർക്കിടക മാസം 16-ാം തീയതി, അതായത് 2025 ആഗസ്റ്റ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:16-നും അസ്തമയം വൈകിട്ട് 6:45-നുമാകുന്നു. നാളത്തെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. രാഹുകാലം 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ സ്വീകരിക്കാറില്ല. നാളത്തെ നക്ഷത്രം വളരെ വിശേഷപ്പെട്ട ചോതി നക്ഷത്രമാകുന്നു. ചോതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു. ചന്ദ്രൻ ഏറ്റവും ബലവാനായി നിൽക്കുന്ന പൗർണമിയോട് അടുപ്പിച്ചുള്ള ദിനങ്ങളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന വെള്ളമാകുന്നു യഥാർത്ഥ മുത്തായി മാറുന്നു. സ്വാത്യാം സാഗര ശുക്തി പതിതം തൻ മൗക്തികം ജായതേ. ചോതി നാളിൽ സാഗരശുക്തി, കടലിനുള്ളിലെ സമുദ്രത്തിലെ ചിപ്പിക്കുള്ളിൽ വരുന്ന വെള്ളമാകുന്നു തൻ മൗക്തികം, അത് വില കൂടിയ മുത്തായി മാറുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല മുത്തുകളിൽ ശ്രേഷ്ഠമായത് ബഹ്റിൻ പേളാണ്. ബഹ്റിൻ പേൾ വളരെ വിശേഷപ്പെട്ടതാണ്. അതേ രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ കടലിൽ നിന്ന് കിട്ടുന്ന മുത്തുകൾക്കെല്ലാം പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ അടുത്തുള്ള തൂത്തുക്കുടിയിൽ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് മുത്ത് കിട്ടുന്നുണ്ട്. അത് വയലുകളിൽ കൾച്ചർ ചെയ്യുന്നു, അത് ഓർണമെൻറ്റ്സിന് ഉപയോഗിക്കുന്നു. യഥാർത്ഥ മുത്ത് സമുദ്രത്തിലെ മുത്താകുന്നു. നാളത്തെ നക്ഷത്രം വിശേഷപ്പെട്ടതാണ്. പക്ഷെ നാളത്തെ തിഥി അത്ര ഗുണമുള്ള തിഥിയല്ല. വെളുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥിയാണ്. ഒരു ശൂന്യമായ തിഥിയാണ് അഷ്ടമി തിഥി. കറുത്ത പക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേതായാലും. പിന്നെ നാളെ ഒരു പ്രധാനപ്പെട്ട വിഷയം, നാളെ ഉച്ചവരെ 4 മണി വരെ വിഷ്ഠീകരണവുമുണ്ട്. കരണങ്ങളിൽ ഏറ്റവും ദോഷപ്പെട്ട കരണമാകുന്നു വിഷ്ഠികരണം. വിഷ്ഠികാലയെ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. വിഷ്ഠികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ എന്തുണ്ടാക്കുന്നു? അത് വിനാശത്തെ ചെയ്യുന്നു. അതിനാൽ നാളത്തെ ദിനത്തിന്, വെള്ളിയാഴ്ചയാണ്, നമുക്ക് പലതിനും വളരെ ശ്രേയസ്സുള്ള ദിനമാണ്. പക്ഷേ നാൽക്കാലികളും ഗർഭിണികളും സ്ത്രീകളും യാത്ര ചെയ്യാൻ പാടില്ലാത്ത ദിനമാകുന്നു വെള്ളിയാഴ്ച. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ നാളെ 1:20 മുതൽ 2:20 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. അത്ര നിർബന്ധമാണെങ്കിൽ മാത്രം. സർപ്പക്ഷേത്ര സന്ദർശനം നടത്തണം. അവിടെ രാഹുകേതു പൂജ ചെയ്യണം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്തിൽ ആ അന്തരീക്ഷത്തിന് നിങ്ങൾ എന്താക്കണം? രാഹുകേതുക്കളുടെ ആ നാമജപങ്ങളിലൂടെ ആത്മീയമായൊരു ഉണർവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നിങ്ങളുടെ നാളത്തെ ദിനം. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.